ഹായ് ഓൾ, വെൽക്കം ടു ക്ലാസ്മേറ്റ് ലേണിംഗ്. അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിലെ പുതിയ സിലബസ് അനുസരിച്ചുള്ള മാത്തമാറ്റിക്സിൻ്റെ ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിവിഷൻ എന്ന് പറയുന്ന സെക്ഷൻ, അതിലെ അൺസോൾഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ 1, 2, 3 എന്നീ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ പ്രീവിയസ് വീഡിയോസിലായിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോയിൽ ബാക്കി അതിൽ വരുന്ന 2 ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്, 4ഉം 5ഉം. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. Prove that root of 2 by 3 equal to 2 root of 2 by 3 and root of 3 by 8 equal to 3 root of 3 by 8 and find other numbers like this. അതായത് ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം അല്ലെ. ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തെളിയിക്കണം, എന്നിട്ട് ഇതുപോലുള്ള മറ്റു സംഖ്യകളും കണ്ടുപിടിക്കണം. ഇതാണ് പറയുന്നത്. അപ്പൊ നമുക്കിത് എങ്ങനെ ചെയ്യാം? നമുക്ക് ആദ്യം ഇത് ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ആദ്യം കാര്യത്തിലേക്ക് വരാം. ഫസ്റ്റ് എന്താണെന്നുള്ളത് റൂട്ട് ഓഫ് 2 by 3 2 by 3 ആണ്. റൂട്ട് ഓഫ് 2 by 3 ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഈ തന്നിരിക്കുന്നതിന് നമുക്ക് ആദ്യം ഇതെന്താണ് ഇങ്ങനെ ഈ അകത്ത് തന്നിരിക്കുന്ന ഇത് ശ്രദ്ധിച്ചോണം. ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഈ തന്നിരിക്കുന്ന റൂട്ട് ഓഫ് 2 by 3 എന്ന് പറയുന്നത് ഈ അകത്ത് കിടക്കുന്ന ഒരു മിശ്ര ഭിന്നമാണ്. ഓക്കെ, ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ദിസ് ഇസ് എ മിക്സഡ് ഫ്രാക്ഷൻ. ഇതൊരു മിശ്ര ഭിന്നമാണ്. ഓക്കെ, ഇനി ഇവിടെ തന്നിരിക്കുന്ന ഈ രണ്ടാമത്തെ കേസ് ഉണ്ടോ? ഐ മീൻ ഇതിന്റെ ഈക്വൽ ടു തന്നിരിക്കുന്ന ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ. ഓക്കെ, മിക്സഡ് ഫ്രാക്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന അടുത്ത് ഈ 2 root of 2 by 3. ഓക്കെ, 2 root of 2 by 3 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എന്താണ്? ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ ആണ് തന്നിരിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ അത് ഗുണനമാണ്. ഇതൊരു ഗുണനമാണ്. ഇതെങ്ങനെ എഴുതാം? ഈ തന്നിരിക്കുന്ന 2 by 3 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 2 plus 2 by 3 എന്നാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഈ കിടക്കുന്നതിന്റെ അർത്ഥം എന്താണ്? 2 plus 2 by 3 ആണ്. ഇനി ഈ 2 root of 2 by 3 അർത്ഥം എന്താണ്? 2 root of 2 by 3 അർത്ഥം അതെന്ന് പറയുന്നത് 2 into root of 2 by 3 എന്നാണ്. ഓക്കെ, 2 into root of 2 by 3 എന്നാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ രണ്ട് വ്യത്യാസങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. 2 by 3 എന്ന് പറഞ്ഞാൽ ഇതൊരു മിശ്ര ഭിന്നമാണ്, മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ 2 plus 2 by 3 എന്നുള്ള രീതിയിലാണ് തന്നിരിക്കുന്നത്. 2 root of 2 by 3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ. 2 into root of 2 by 3. കാരണം ഇതെന്താണ്? ഇതൊരു ഇറാഷണൽ നമ്പർ ആണ്. ദിസ് ആൻ ഇറാഷണൽ നമ്പർ. അതുകൊണ്ട് ഇതൊരു ഭിന്നകമല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതൊരു അഭിന്നക സംഖ്യ ആയതുകൊണ്ട് നമുക്കിതിനെ സാധാരണ എഴുതുന്ന പോലെ എഴുതാൻ പറ്റില്ല. ഓക്കെ, ഈ റൂട്ടിനകത്ത് വരുന്നതുകൊണ്ട് ഇതിനെ ഈ അഡിഷൻ അല്ല ഇവിടെ വരുന്നത്, ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ് വരിക. അല്ലാത്ത പക്ഷം ഇതിനെ root of 2 by 3 plus root of 2 by 3 എന്ന് പിരിച്ചെഴുതേണ്ടി വരും. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ കണക്കുകൾ ചെയ്യാം. സോ ആദ്യം നോക്കാം. ആദ്യം പറഞ്ഞ 2 by 3. ഓക്കെ, റൂട്ട് ഓഫ് 2 by 3. റൂട്ട് ഓഫ് 2 by 3 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താക്കണം? ഇതാദ്യം സോൾവ് ചെയ്യണമെങ്കിൽ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കണം. ഇതൊരു മിശ്ര ഭിന്നമാണ്. ഇതിനൊരു സാധാരണ ഭിന്നമാക്കി മാറ്റണം. അതെങ്ങനെ മാറ്റും? ഇങ്ങനെ വരുന്ന എക്സ് ഇസഡ് ബൈ വൈ എന്നാണ് കിടക്കുന്നതെങ്കിൽ ഈ മിശ്ര ഭിന്നത്തിന് എങ്ങനെ ആക്കും? എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ പ്ലസ് ഇസഡ്. ഓക്കെ, പ്ലസ് ഇസഡ്. ഇത് തമ്മിൽ എന്ത് ചെയ്യുക? ഗുണിക്കുക. എന്നിട്ട് ഇസഡ് എന്ത് ചെയ്യുക? കൂട്ടുക. ഡിവൈഡഡ് ബൈ വൈ. ഈ വൈ ഡിനോമിനേറ്ററിലെ ഇത് ഛേദത്തിലെ വൈ അങ്ങനെ കൊടുക്കുക. അപ്പൊ ഇതിങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ മിക്സഡ് ഫ്രാക്ഷനെ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കി മാറ്റുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെ ചെയ്യാം. 2 into 3 പ്ലസ് 2, അതായത് 2 ഗുണം 3 പ്ലസ് ഇവിടെ അംശത്തിലെ ന്യൂമറേറ്ററിലെ 2 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലെ 3. അപ്പൊ ഇതെന്ത് കിട്ടും? ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 2 into 3 6 plus 2 8 8 by 3. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്താണ്? റൂട്ട് ഓഫ് എക്സ് ബൈ വൈ എന്ന് പറയുന്നത് എന്താണ്?
റൂട്ട് എക്സ് ബൈ റൂട്ട് വൈ എന്നും നമുക്ക് എഴുതാം. ഇത് 8/3 ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്ത് പോകില്ല അല്ലെ, ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്ത് പോകാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റൂട്ട് 8 ബൈ റൂട്ട് 3 എന്നെടുക്കാം. ഓക്കെ, ഇനി റൂട്ട് 8ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതെന്ത് ചെയ്യും, നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2ൽ 8 എത്ര പ്രാവശ്യമുണ്ട്, 8ൽ 2 എത്ര പ്രാവശ്യമുണ്ട്, 4 പ്രാവശ്യമുണ്ട്. പിന്നെ അടുത്ത് 4ൽ 2 എത്ര പ്രാവശ്യമുണ്ട്, 2 പ്രാവശ്യമുണ്ട്. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം, റൂട്ട് 8നെ റൂട്ട് ഓഫ് 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ റൂട്ട് 3. അപ്പൊ റൂട്ടിന്റെ പുറത്ത് എങ്ങനെ എടുക്കുക, ഒരേപോലുള്ള 2 എണ്ണത്തിൽ നിന്ന് ഒന്ന് പുറത്തെടുക്കുക അല്ലെ, അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുക. അപ്പൊ ഒരേപോലുള്ള 2 എണ്ണം എന്തുണ്ട്, ഇവിടെ 3 2 ഉണ്ട്, അതിൽ നിന്ന് 2 2 നിന്ന് ഒരു 2 പുറത്തെടുക്കുക, 2 ബാക്കി റൂട്ട് 2 ബൈ റൂട്ട് 3. അപ്പോൾ ഈ പറയുന്ന ഇതേ സാധനം വെച്ച്, അതായത് റൂട്ട് എക്സ് ബൈ റൂട്ട് വൈ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് ബൈ വൈ ആണ്. നമുക്കതിനെ എങ്ങനെ എഴുതാം, 2 റൂട്ട് ഓഫ് 2 ബൈ 3 എന്ന് എഴുതാം. കണ്ടോ, അപ്പൊ തെളിയിച്ചില്ലേ, ആദ്യത്തെ കേസ് തെളിയിച്ച കണ്ടോ, ആദ്യത്തെ തെളിയിച്ചില്ലേ, തെളിയിച്ചു. ഇനി രണ്ടാമത്തെ ഇതുപോലെ എന്താണ്, 3 റൂട്ട് ഓഫ് 3 ബൈ 8, റൂട്ട് ഓഫ് 3 ബൈ 8. ഇതെങ്ങനെ ചെയ്യും, നേരത്തെ പറഞ്ഞ പോലെ മിക്സഡ് ഫ്രാക്ഷൻ ആണ്, മിശ്ര ഭിന്നമാണ് ഈ കിടക്കുന്നത്. 3 ഇൻറ്റു 8 24 പ്ലസ് 3 27 അല്ലെ, 3 ഇൻറ്റു 8 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 8. ഓക്കെ, ഇതെല്ലാം റൂട്ടിനകത്ത് വരുന്ന അല്ലെ. അപ്പൊ അങ്ങനെയെങ്കിൽ ഇതെന്ത് വരും, 3 ഇൻറ്റു 8 24 പ്ലസ് 3 27, 27 ബൈ 8. 27 നമുക്കറിയാം, 27 എന്താണ്, 9ന്റെ മൾട്ടിപ്പിൾ ആണല്ലേ, 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് 27 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, 27 നമുക്ക് ഇങ്ങനെ എഴുതാം, 9 ഇൻറ്റു 3 റൂട്ട് 9 ഇൻറ്റു 3 ഡിവൈഡ് ബൈ റൂട്ട് 8 എഴുതാമല്ലോ, ഒരു കുഴപ്പമില്ല, ഇങ്ങനെ എഴുതാം. അത് ഇനി ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, നമുക്കറിയാം റൂട്ട് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്, റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ. ഇത് നമ്മൾ പഠിച്ചതാണല്ലേ, റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട്. അപ്പോൾ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ ആണെങ്കിൽ റൂട്ട് 9 ഇൻറ്റു റൂട്ട് 3 ബൈ റൂട്ട് 8. ഓക്കെ, അപ്പൊ റൂട്ട് 9ന്റെ വാല്യൂ നമുക്കറിയാം, റൂട്ട് 9ന്റെ വാല്യൂ എന്താണ്, 3 ആണ്. അപ്പൊ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം, നമുക്ക് ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാം, 3 റൂട്ട് 3 ബൈ റൂട്ട് 8. 3 റൂട്ട് 3 ബൈ റൂട്ട് 8 എന്ന് പറഞ്ഞാൽ 3 റൂട്ട് ഓഫ് 3 ബൈ 8 എന്ന് എഴുതാം. കണ്ടോ, 3 റൂട്ട് ഓഫ് 3 ബൈ 8. ഇതിനെ നമുക്ക് ഇങ്ങനെയല്ലേ ആക്കേണ്ടത്, ക്വസ്റ്റ്യൻ നോക്കി അറിയാം. കണ്ടോ, 3 റൂട്ട് ഓഫ് 3 ബൈ 8. അപ്പൊ ഇങ്ങനെ രണ്ടും എന്ത് ചെയ്തു, പ്രൂവ് ചെയ്തു, രണ്ടും നമ്മൾ തെളിയിച്ചു. ഇനി അവർ പറയുന്നത് എന്താണ്, ഇനി അവർ പറയുന്നുണ്ട് ഇതിന് നമുക്ക് എന്താക്കണം, ഇതുപോലുള്ള മറ്റ് സംഖ്യകൾ കണ്ടുപിടിക്കണം. ഫൈൻഡ് അതർ നമ്പേഴ്സ് ലൈക്ക് ദിസ്. ഇതുപോലുള്ള മറ്റ് സംഖ്യകൾ കണ്ടുപിടിക്കാൻ ചുമ്മാ ചാടി കയറി എന്ത് ചെയ്യും, ഒരു സംഖ്യ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റൂല. ഏതെങ്കിലും സംഖ്യകൾ ഇട്ട് കൊടുത്താൽ ഇങ്ങനെ കിട്ടില്ല. ഓക്കെ, അപ്പൊ അതിനാദ്യം ഈ ബന്ധം, നമ്മൾ ഇവിടെ തന്നിരിക്കുന്നതിന്റെ ബന്ധം ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ മിക്സഡ് ഫ്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും. ഓക്കെ, അപ്പൊ ഇവിടെ അതുകൊണ്ടാണ് ഈ മിക്സഡ് ഫ്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ആണ് തന്നിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറഞ്ഞത്. നോക്കൂ, ഇവിടെ നോക്കുമ്പോൾ 2 ബൈ 3, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2 ആണ് അല്ലെ, ന്യൂമറേറ്റർ 2 ആണ്, ഡിവൈഡ് ബൈ 3 വേറൊരു നമ്പർ ആണ്. ഇവിടെ 2 2 3 അല്ലെ. ഈ തന്നിരിക്കുന്നത് അതുപോലെയാണ്, 3 3 8. ഈ വരുന്ന 2 ഒരേ നമ്പേഴ്സ് ആണ്, ഒരേ സംഖ്യകളാണ് അല്ലെ. ഇത് 2 ഒരേ സംഖ്യകളാണ്, ഇത് 2 ഒരേ സംഖ്യകളാണ്, ഇത് രണ്ടും സെയിം ആണ്. താഴെ വരുന്ന മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു ഓൾജിബ്രായിക് ഫോമിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ഓൾജിബ്രായിക് ഫോം, അതായത് ഈ രീതിയെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഞാൻ അത് ഇങ്ങനെ എഴുതുന്നു. നമുക്ക് തന്നിട്ടുള്ള എന്താണ്, 2 റൂട്ട് ഓഫ് 2 ബൈ 3 ഈക്വൽ ടു 2 റൂട്ട് ഓഫ് 2 ബൈ 3 എന്നും, അതുപോലെ റൂട്ട് ഓഫ് 3 ബൈ 8 എന്ന് പറയുന്നത് 3 റൂട്ട് ഓഫ് 3 ബൈ 8 എന്നുമാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതിന് നമുക്ക് അതിന് തുല്യമായ ഒരു ഓൾജിബ്രായിക് ഫോമിലേക്ക് നമ്മൾ എഴുതിയാൽ എക്സ് ബൈ വൈ, അതായത് മോളില് ഇത് രണ്ടും ഒരേപോലത്തെ നമ്പേഴ്സ് അല്ലേ, സോ എക്സ് ബൈ വൈ ഈക്വൽ ടു എക്സ് റൂട്ട് ഓഫ് എക്സ് ബൈ വൈ എന്നുള്ള ഫോമിലേക്ക് എഴുതുവാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്, മിശ്ര ഭിന്നമാണ്. ഇതെന്താണ്, ഈ കാണുന്നത് ഒരു പ്രോഡക്റ്റ് ആണ്, ഇതൊരു ഗുണനമാണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, ഇത് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് രണ്ടിടത്തും എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുക എന്നുള്ളതാണ്.
സ്ക്വയറിംഗ് ബോത്ത് സൈഡ്. ഓക്കെ, സ്ക്വയറിംഗ് ബോത്ത് സൈഡ്. രണ്ട് വശത്തും എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം, വർഗം എടുക്കണം. അതായത് ഇതിന്റെ സ്ക്വയർ, ഇവിടെയും സ്ക്വയർ എടുക്കുക, രണ്ടിടത്തും സ്ക്വയർ എടുക്കുക. സ്ക്വയർ എടുക്കുമ്പോൾ ഇതിനോട് പ്രത്യേകത ഉണ്ട്. റൂട്ട് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ആയിരിക്കും. റൂട്ട് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. അതായത് ഏതൊരു സംഖ്യയുടെയും റൂട്ടിന്റെ സ്ക്വയർ എടുത്താൽ അതേ സംഖ്യ തന്നെ കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്? ഈ റൂട്ട് പോകും അല്ലെ? ഈ റൂട്ട് പോയിട്ട് എന്താവും? എക്സ് എക്സ് ബൈ ഓക്കെ എക്സ് എക്സ് ബൈ വൈ എന്ന് കിട്ടും, ഈക്വൽ ടു എക്സ് സ്ക്വയർ എക്സ് ബൈ വൈ എന്ന് കിട്ടും. അതായത് ഈ തന്നിരിക്കുന്നത് എന്താണ്? എ ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ആണ്. എ ബി ദ ഹോൾ സ്ക്വയർ, അതായത് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് ബൈ വൈ ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ. റൂട്ട് ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ എന്ത് വരും? ഈ പറഞ്ഞ പോലെ എക്സ് വൈ വരും, എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ, ഇങ്ങനെ നമുക്കിവിടെ കിട്ടും. അപ്പൊ ഇനി നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞത് എന്താണ്? ഇത് മിശ്രഭിന്നമാണ്, ഇതൊരു ഗുണനമാണ്. മിശ്രഭിന്നം ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇതെങ്ങനെ എഴുതുക? എക്സ് ഇൻറ്റു വൈ പ്ലസ് എക്സ്, ഇത് തമ്മിൽ ഗുണിക്കുക, ഇത് കൂട്ടുക. എക്സ് ഇൻറ്റു വൈ പ്ലസ് എക്സ്. ഓക്കെ, എക്സ് വൈ പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരണം? വൈ ഈക്വൽ ടു, ഇവിടെ ഗുണനമാണല്ലേ, അപ്പൊ ഗുണിക്കുമ്പോൾ എന്താണ്? ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്റർ ആയിട്ട് തന്നെ എഴുതുക. എക്സ് ക്യൂബ് ബൈ വൈ എന്ന് കിട്ടും. അപ്പൊ ഇനി ഇതിനെ എങ്ങനെ എഴുതാം? ഇനി ഇതിനെ എക്സ് വൈ പ്ലസ് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? സോറി, ഈ വൈ എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് സ്ക്വയർ ബൈ വൈ ഇൻറ്റു വൈ ആയിട്ട് മാറും. അപ്പൊ ഈ വൈയും വൈ ഇവിടെ ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്തിട്ടുണ്ട് വൈ കൊണ്ട്. സോ മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ചെയ്യുന്ന വൈ എന്ത് ചെയ്യുക? ഈ രണ്ടും ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് ബാക്കി എന്ത് കിട്ടും? എക്സ് വൈ പ്ലസ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ആയിട്ട് കിട്ടും. സോ അതിൽ നിന്ന് എക്സ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വൈ പ്ലസ് വൺ. എക്സ് വൈയില് എക്സ് പോയാൽ വൈ മാത്രം, എക്സിൽ എക്സ് പോയാൽ വണ്ണ് മാത്രം, എക്സ് ക്യൂബ്. അപ്പോൾ എക്സ് ഇൻറ്റു വൈ പ്ലസ് വൺ ഈക്വൽ ടു എക്സ് ക്യൂബ് അല്ലേ? എക്സ് ഇൻറ്റു വൈ പ്ലസ് വൺ ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ്. അപ്പൊ വൈ പ്ലസ് വൺ നമുക്ക് എന്ത് കിട്ടും? എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് വരും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന എക്സ് ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും? ഇവിടെ ഒരു എക്സ് ക്യാൻസൽ ആയി പോകും. അപ്പോൾ വൈ പ്ലസ് വൺ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാവും. എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് ആണ്. അപ്പൊ ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിവൈഡ് ബൈ എക്സ്, അതായത് ഒരു എക്സ് എന്ത് ചെയ്യും? വെട്ടിപ്പോവും. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആണ് നമുക്ക് ബാക്കി വരിക. അങ്ങനെയാണ് ഇവിടെ എക്സ് സ്ക്വയർ വന്നത് കേട്ടോ. സോ വൈ ഈക്വൽ ടു, ഇനി ഇവിടെ പ്ലസ് വൺ ഉണ്ട്, അതിനെ കൂടെ കൊണ്ടൊന്ന് കുറയ്ക്കുക, എക്സ് സ്ക്വയർ മൈനസ് വൺ. സോ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൺ. അതായത് നമ്മൾ ഒരു ടേബിൾ എടുത്താൽ, നമ്മൾ ഇതിനൊരു ടേബിൾ ആക്കുന്നു, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഒരു ടേബിൾ ആക്കിയിട്ട് എക്സും വൈയും എന്നെടുത്താൽ എക്സിന് ഏത് വാല്യൂ കൊടുക്കുന്നു അതനുസരിച്ച് വൈയും വരും. എക്സിന് നമ്മൾ ഇപ്പോ 1 കൊടുത്താൽ ഇത് 0, വൈ 0 ആയിട്ട് മാറും കേട്ടോ. അപ്പൊ എക്സിന് 1 കൊടുത്താലോ വൈ എന്തായിട്ട് മാറും? 1 സ്ക്വയർ മൈനസ് 1. 1 സ്ക്വയറിന് 1 ആണ്, 1 മൈനസ് 1 0. എക്സിന് 2 കൊടുത്താലോ 2 സ്ക്വയർ മൈനസ് 1, അതായത് 4 മൈനസ് 1 എന്ത് കിട്ടും? 3 ഇവിടെ വരും. ഇനി എക്സിന് 3 കൊടുത്താലോ 3 സ്ക്വയർ മൈനസ് 1. 3ന്റെ സ്ക്വയർ എന്താണ്? 9. അപ്പൊ 3ന്റെ സ്ക്വയർ 9. 9 മൈനസ് 1 എന്ത് വരും? 8 വരും. 8. അടുത്ത് എക്സിന് നമ്മൾ ഇവിടെ എന്ത് കൊടുക്കുന്നു? എക്സിന് 4 കൊടുത്താലോ 4 സ്ക്വയർ മൈനസ് 1, 16 മൈനസ് 1 എന്ന് വരും 15. അപ്പൊ 4 കൊടുത്താൽ 15. 5 കൊടുത്താലോ 5 സ്ക്വയർ മൈനസ് 1 എന്ത് വരും? 25 മൈനസ് 1 24 എന്ന് വരും. 5 കൊടുത്താൽ 24. ഇനി 6 കൊടുത്താലോ 6 സ്ക്വയർ മൈനസ് 1 36 മൈനസ് 1 എന്ത് വരും? 35. 6 കൊടുത്താൽ 35. അതായത് ഈ സംഖ്യകൾ എങ്ങനെ വരും? 1ന്റെ നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ 0 ആയതുകൊണ്ട് 1ന്റെ എടുക്കണ്ട.
2 കൊടുത്തു കഴിഞ്ഞാൽ 2 നമ്മൾ എങ്ങനെയാണ് ഫോം എഴുതിയത് നേരത്തെ? ഇതിന്റെ ജനറൽ ഫോം നമ്മൾ എങ്ങനെ എഴുതിയത്? എക്സ് ബൈ വൈ എന്നാണ് അല്ലെ. അപ്പൊ എക്സ് ബൈ വൈ എന്നുള്ള രീതിയിൽ എഴുതുവാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? 2 ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെ വരും? 2 അല്ലെ. കണ്ടോ ആദ്യത്തെ സെറ്റ് 2 അടുത്ത് 3 എടുത്താൽ 3 4 കൊടുത്താലോ 4 ഇനി 5 കൊടുത്താലോ 5 6 കൊടുത്താൽ 6 ഇതൊക്കെ ആയിരിക്കും പുതിയ സംഖ്യകൾ. ഈ രണ്ട് സംഖ്യകൾ നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതാണ്. ഈ 2 നമുക്ക് തെളിയിക്കാൻ തന്നിട്ടുള്ളത്, നമ്മളത് തെളിയിച്ചു. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? ഇതും എഴുതാം. 4 4/15 5 5/24 6 6/35 അല്ല മറ്റ് നമ്പേഴ്സും നമുക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല കേട്ടോ. ഇനി 7 കൊടുത്താൽ അതിനനുസരിച്ച് നമ്പർ വരും. ഓക്കെ, 7 കൊടുത്താൽ ഇവിടെ 48 വരും. സോ 7/48. അപ്പൊ ഈ ഒരു ബന്ധം ഇതുണ്ടോ? ഈ ഒരു ബന്ധമാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. y എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതിയാൽ എക്സ് ബൈ വൈ ആണെങ്കിൽ y എന്ന് പറയുന്നത് x² - 1 ആയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോ ഇതുപോലുള്ള മറ്റു സംഖ്യകൾ എന്ത് എഴുതാം? 4 4/15 5 5/24 6 6/35 തുടങ്ങിയവയാണ് എന്ത്? 7 7/48 തുടങ്ങിയവയാണ് മറ്റ് സംഖ്യകൾ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക. നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതുകൂടെ പെട്ടെന്ന് നോക്കാം. Among the pairs of numbers given below, find those for which the quotient of the first by the second is a natural number or a fraction. ചുവടെയുള്ള സംഖ്യാ ജോഡികളിൽ ആദ്യ സംഖ്യയെ രണ്ടാം സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ചിലത് എണ്ണൽ സംഖ്യയോ ഭിന്നസംഖ്യയോ കിട്ടും. അവ കണ്ടുപിടിക്കുക. ഇപ്പൊ തന്നിരിക്കുന്ന ഈ നമ്പേഴ്സിൽ റൂട്ട് തന്നിട്ടുള്ള നമ്പേഴ്സിൽ തമ്മിൽ ഡിവൈഡ് ചെയ്യാനാണ്. ആദ്യത്തെ നമ്പറിനെ രണ്ടാമത്തെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നോക്കാം. ആദ്യത്തെ എഴുതാം. റൂട്ട് 72 ഡിവൈഡ് ബൈ റൂട്ട് 2 അല്ലെ. അപ്പൊ ഇതിനെങ്ങനെ നമുക്കറിയാം റൂട്ട് എക്സ് ബൈ റൂട്ട് വൈ എന്ന് പറയുന്നത് എങ്ങനെയാണ്? റൂട്ട് ഓഫ് എക്സ് ബൈ വൈ എന്ന് നമുക്ക് എഴുതാം അല്ലെ. അങ്ങനെയെങ്കിൽ റൂട്ട് ഓഫ് 72/2 എന്ന് നമുക്ക് എഴുതാം. അതെന്ത് കിട്ടും? റൂട്ട് 72/2 നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഈ 72നെ 2 കൊണ്ട് ഹരിച്ചാൽ 72/2 എന്ന് പറയുന്നത് കിട്ടും? റൂട്ട് 36 ആണ് കിട്ടുക. 36 റൂട്ട് 36 എന്ന് പറഞ്ഞാൽ എന്തിന്റെ സ്ക്വയർ? നിങ്ങൾ ഈ സ്ക്വയറുകൾ പഠിച്ചു വെച്ചേക്കണേ. മിനിമം 6ന്റെ സ്ക്വയർ ആണ് കേട്ടോ. 6ന്റെ സ്ക്വയർ ആണ്. അല്ലെങ്കിൽ എപ്പോഴും ഇതിനെ ഫാക്ടറൈസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും കേട്ടോ. എപ്പോഴും ഫാക്ടറൈസ് 36നെ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്ത് 2 കൊണ്ട് എടുക്കുമ്പോൾ ഇതിൽ 18 വരും. 36 2 18 പ്രാവശ്യം. അടുത്ത് 2 ചെയ്ത് കഴിഞ്ഞാൽ 9 പ്രാവശ്യം. അടുത്ത് 3 ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതേണ്ടി വരും എപ്പോഴും. അതിനേക്കാൾ എന്ത് ചെയ്യുക? സ്ക്വയർ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അത് ഒരുപോലുള്ള രണ്ടെണ്ണത്തിൽ നിന്ന് ഒന്ന് പുറത്തെടുക്കുക. എന്ത് വരും? 2 ഇൻറ്റു ഇവിടെ 2 3 ഉണ്ട്, ഒരു 3 എടുക്കുക. അപ്പൊ എന്ത് കിട്ടും? 6 കിട്ടും. അപ്പൊ 6ന്റെ സ്ക്വയർ ആണ് 36 എന്നുള്ള കാര്യം നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഇവിടെ 6 കിട്ടി അല്ലേ. അപ്പൊ ഇതൊരു എണ്ണൽ സംഖ്യ അല്ലേ. അപ്പൊ ഇത് ഓക്കെയാണ്. ഇനി അടുത്ത് റൂട്ട് 27 ഡിവൈഡ് ബൈ റൂട്ട് 3 എന്ത് വരും? നമുക്കിങ്ങനെ എഴുതിക്കൂടെ? റൂട്ട് 27/3. അതായത് എന്തിന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ ആണ് 27? നമുക്കറിയാം 9. അപ്പൊ 27/3 എന്ത് വരും? 9 വരും. റൂട്ട് 9. റൂട്ട് 9ന്റെ കാര്യം നമുക്കറിയാം എന്താണ്? 3. അപ്പൊ ഇതും ഒരു എണ്ണൽ സംഖ്യയാണ് അല്ലെ. അടുത്ത് മൂന്നാമത്തെ നോക്കിയാലോ. റൂട്ട് 125/റൂട്ട് 50. റൂട്ട് 125 ഡിവൈഡ് ബൈ റൂട്ട് 50 ഈക്വൽ ടു റൂട്ട് ഓഫ് 125 ഡിവൈഡ് ബൈ 50 ഈക്വൽ ടു എന്തായിട്ട് മാറും? ഇവിടെ തമ്മിൽ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് ഇവിടെ 5 പൊതുവല്ലേ. 125/50 ചെയ്യുവാണെങ്കിൽ 5 പൊതുവായിട്ടുള്ള കാര്യമാണ്. അപ്പൊ 125 എത്ര? 12 എത്ര പ്രാവശ്യം 5 ഉണ്ട്? 2 പ്രാവശ്യം. ബാക്കി ഈ 2 ഇവിടെ വരും. 25 എത്ര പ്രാവശ്യം ഉണ്ട്? 5 പ്രാവശ്യം. ഓക്കെ, ഇനി 50 എത്ര പ്രാവശ്യം 5 ഉണ്ട്? 10 പ്രാവശ്യം. അതായത് റൂട്ട് 25/10. ഇത് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 5
ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 25 ബൈ റൂട്ട് 10. റൂട്ട് 25 എന്താണ് നമുക്ക് അറിയുന്നത്? 25ന്റെ സ്ക്വയർ റൂട്ട് 5 ആണ്, ഡിവൈഡ് ബൈ റൂട്ട് 10. ഇങ്ങനെ ഒരു ഉത്തരം നമുക്ക് കിട്ടാം. അല്ലെങ്കിൽ റൂട്ട് 25 ബൈ 10 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2.5 എന്ന് നമുക്ക് എഴുതാം. കാരണം 25 ബൈ 10 എന്താണ്? 25 ഡിവൈഡ് ബൈ 10 എന്ന് പറയുന്നത് 10 വന്നതുകൊണ്ട് ഒരു സ്ഥാനം മാറ്റി കുത്തിട്ട് അതെന്ത് വരും? 2.5 വരും. റൂട്ട് 2.5 വരാം. ഓക്കെ, അങ്ങനെ ഇനി അല്ലാതെ തന്നെ ഇതിന് എന്ത് ചെയ്യാം? വീണ്ടും ഒരു 5 ക്യാൻസൽ ചെയ്യാം അല്ലേ? 25ൽ 5 പ്രാവശ്യമുണ്ട്, 10ൽ 2 പ്രാവശ്യമുണ്ട്. ഇതിനെന്ത് ചെയ്യാം? റൂട്ട് 5/2 എന്ന് എടുക്കാം. റൂട്ട് 5/2 എന്ന് എടുക്കാം. അപ്പൊ ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഇതൊരു ഫ്രാക്ഷൻ അല്ല അല്ലെ, ഇറാഷണൽ നമ്പേഴ്സ് ആണ്. p/q എന്ന് എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് ആണ്. സോ അതുകൊണ്ട് ഇതെന്തല്ല? ഇതൊരു ഭിന്നസംഖ്യയല്ല, എണ്ണൽ സംഖ്യയും അല്ല. ഓക്കെ, അടുത്ത് ഇവിടെ നോക്കിയാലോ, റൂട്ട് 10/√2. അപ്പൊ റൂട്ട് 10 ഡിവൈഡ് ബൈ റൂട്ട് 2 ചെയ്താൽ റൂട്ട് ഓഫ് 10/2 ആണ്. എന്ത് വരും? റൂട്ട് 5 വരും. റൂട്ട് 5 എന്താണ്? ഒരു ഇറാഷണൽ നമ്പർ ആണ്, ഒരു അഭിന്നക സംഖ്യയാണ്. അപ്പൊ അതും ഭിന്നമോ എണ്ണൽ സംഖ്യയോ അല്ല. അപ്പൊ ഇതുമില്ല. ഇവിടെ റൂട്ട് 20 ഡിവൈഡ് ബൈ റൂട്ട് 5 എന്ത് വരും? റൂട്ട് ഓഫ് 20 ഡിവൈഡ് ബൈ 5. 20ൽ 5 എത്ര പ്രാവശ്യമുണ്ട്? 4 പ്രാവശ്യം. അതായത് റൂട്ട് 4 ആണ് വരിക. റൂട്ട് 4ന്റെ ഉത്തരം എന്താണ്? 2 എന്ന് നമുക്കറിയാം. ഇതൊരു എണ്ണൽ സംഖ്യയാണ്. അപ്പൊ ഇത് കിട്ടും. ഓക്കെ, അടുത്ത് റൂട്ട് 18 ഡിവൈഡ് ബൈ റൂട്ട് 8. നോക്കൂ, റൂട്ട് ഓഫ് 18/8 എന്ന് എഴുതി കൂടെ ഇതിനെ എഴുതാം. ഈ 18ലും 8ലും പൊതുവായിട്ട് എന്തുണ്ട്? 2 ഉണ്ടല്ലേ, 2 പോവും. അപ്പൊ നമുക്ക് ഇവിടെ എന്തെഴുതാം? റൂട്ട് 18/8 എന്ന് പറഞ്ഞാല് 9 പ്രാവശ്യം 2 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 18ഉം 4 പ്രാവശ്യം 2 കൊണ്ട് ഗുണിച്ചാൽ 8ഉം കിട്ടും. 18ന് 9×2 8ന് 4×2 എഴുതാം. അപ്പൊ ഈ 2ഉം 2ഉം ക്യാൻസൽ ആയി പോകും. ബാക്കി എന്ത് കിട്ടും? റൂട്ട് 9/4. അതായത് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? റൂട്ട് 9 ഡിവൈഡ് ബൈ റൂട്ട് 4. അപ്പൊ റൂട്ട് 9ന്റെ വാല്യൂ 3, റൂട്ട് 4ന്റെ വാല്യൂ 2. അപ്പൊ ഇതൊരു ഫ്രാക്ഷൻ. ഓക്കെ, ഭിന്നമായിട്ട് നമുക്ക് കിട്ടും 3/2. അപ്പൊ ഇതും ട്രൂ ആണ്. ഓക്കെ, അപ്പൊ ഇതോടുകൂടി സെക്ഷൻ 2 കഴിഞ്ഞു അല്ലെ? മാത്സ് 5ാമത്തെ ചാപ്റ്ററിലെ സെക്ഷൻ 2 കഴിഞ്ഞു. അപ്പൊ ബാക്കി അടുത്ത സെക്ഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത് മനസ്സിലായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്